നമ്പർ ലൈൻ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 0.89, 1.8, 5.6 ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഇൻ്റർ ഫംഗ്ഷൻ മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ലൈനിൽ ഏതാണോ ഇൻപുട്ട് അത് നമ്പർ ലൈൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ സി എന്ന പോയിൻ്റ് എടുത്തിരിക്കുന്നത് 5.6ആണ്, 5.6. ഗ്രേറ്റസ്റ്റ് ഇൻ്റർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരുള്ള പോലെ തന്നെ ഏതാണോ നമ്മുടെ ഇൻപുട്ട് അതിന് തൊട്ട് മുമ്പ് വരുന്ന ഇൻറ്റിജർ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ 5.6ൻ്റെ തൊട്ട് മുൻപ് വരുന്നത് 5. അപ്പോൾ 5.6ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻ്റർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. ഇനി അടുത്ത ഇതെടുത്തിരിക്കുന്നത് 1.8 ആണ്, അതാണ് ബി. 1.8ൻ്റെ തൊട്ട് മുന്നേ വരുന്ന ഇൻറ്റിജർ പറഞ്ഞാൽ ബാക്കോട്ട് നോക്കുക, 1. 1.8ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻ്റർ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1. ഇനി അടുത്തത് ഈ എ എന്ന പോയിന്റ് ഞാൻ എടുത്തിരിക്കുന്നത് 0.89 ആണ്, 0.89 ആണ്. അതിൻ്റെ തൊട്ട് മുന്നേ വരുന്ന ഇൻറ്റിജർ പറഞ്ഞു കഴിഞ്ഞാൽ 0. അപ്പോൾ അതിൻ്റെ ഉത്തരം 0. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സാണ് നമ്മുടെ ഇൻപുട്ട് എങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഡെസിമൽ വാല്യൂ ഉണ്ടെങ്കിൽ ഡെസിമൽ വാല്യൂ കൊണ്ട് ഒഴിവാക്കിയാൽ മതി. ഇനി അഥവാ കറക്റ്റ് ഇൻറ്റർ വാല്യൂ ആണ് തരുന്നത്. ഇപ്പോൾ 4 ആണ് നമ്മുടെ ഇൻപുട്ട് തരുന്നത്, അപ്പോൾ 4 തരും. 3 ആണ് നമ്മുടെ ഇൻപുട്ട് തരുക കരുതുക, അത് 3 തന്നെ വരും. ഇൻറ്റിജർ വാല്യൂ ആണ് ഇൻപുട്ട്, പിന്നെ നിങ്ങളൊന്നും നോക്കണ്ട, അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട്. ഓക്കെ, ഇനി നെഗറ്റീവ് വാല്യൂ വരുമ്പോഴാണ് ഒരു വ്യത്യാസം. നോക്കി നോക്ക്, ഞാൻ ഇത് എടുത്തിരിക്കുന്നത് എഫ് പറഞ്ഞ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ -0.8 ആണ്. -0.8 ഇവിടെ അല്ലേ വരിക? നോക്കി നോക്ക്, എഫിൻ്റെ മുന്നേ വരുന്ന ഇൻറ്റിജർ ഏതാണ്? -1 ആണ്. -0.8ൻ്റെ മുന്നേ -1 ആണ്. ഇനി ഞാൻ ഈ ഡി എന്ന പോയിന്റ് എടുത്തിരിക്കുന്നത് -1.7 ആണ്. അത് ഇവിടെ അല്ലേ വരിക? -1.7 എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുന്നേ വരുന്ന ഗ്രേറ്റസ്റ്റ് ഇൻ്റർ വാല്യൂ ഏതാ? -2 ആണ്. ഇനി ഈ ഇ എന്ന പോയിന്റ് എടുത്തിരിക്കുന്നത് -2.9 ആണ്. -2.9 ആണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ വരുന്നതായിരിക്കും -3 ആയിരിക്കും. ബാക്കിലേക്ക് നോക്കുക, അതാണ് ബാക്കിലേക്ക് നോക്കുക എന്നാണ് പറഞ്ഞത് ഗ്രേറ്റസ്റ്റ് ഇൻ്റർ. ഇതെടുത്തിരിക്കുന്നത് ഞാൻ -4.2 ആണ്. അപ്പോൾ അതിൻ്റെ മുന്നേ വരുന്നത് -5 ആണ്, -4 അല്ല. അപ്പോൾ നമ്മുടെ നമ്പർ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇടത്തോട്ട് നോക്കുക, ലാസ്റ്റ് വന്ന ഇൻറ്റിജർ ഏതാണോ അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ഔട്ട്പുട്ട് വരിക എന്നുള്ളത് ഗ്രാഫ് പറഞ്ഞു തരാം.